ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പഴയകാല വ്ളോഗുകളെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല ഇരുട്ടത്താണ് ഞാൻ കിച്ചണിൽ വന്ന് നിന്ന് ജോലി ചെയ്യുന്നത്. കാരണം ഈ ജനലിൽ കൂടി പുറത്ത് കാഴ്ച കാണുമ്പോൾ ഇരുട്ട് തന്നെയാണ്. പക്ഷേ ഈ റോജറും പപ്പയും മാത്രമായിട്ട് വീട്ടിലായതിനു ശേഷം, പപ്പ ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുത്തതിന് ശേഷം ഞാൻ രാവിലെ ഇതുപോലെ വെളിച്ചം വന്നതിന് ശേഷമാണ് കിച്ചണിലേക്ക് വരുന്നതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എനിക്ക് ആദ്യകാല ആ വ്ളോഗുകൾ തന്നെയാണ് എനിക്കിഷ്ടം. കാരണം കിച്ചണിൽ നിൽക്കുമ്പോൾ നല്ലൊരു ഇരുട്ട്, പുറത്തൊക്കെ ഇരുട്ടായിട്ട് അകത്ത് നിന്ന് നമ്മൾ ജോലി ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് ഒരു തൃപ്തി. ഇപ്പോൾ റോജർ കൂടി പോയതിന് ശേഷം എനിക്ക് രാവിലെ ഇപ്പോൾ എഴുന്നേക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പണ്ടത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, റിച്ചാർഡ് 3 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും 3.5 വയസ്സിലാണ് റിച്ചാർഡ് പ്ലേ ക്ലാസ്സിൽ ആയത്. അതായത് നമ്മൾ LKGയിൽ ചേർക്കാനാണ് ഡെൽറ്റയിൽ കൊണ്ടുവന്നത് ആളാണ്. പക്ഷെ അവർ പറഞ്ഞ് 4 വയസ്സ് തികയാതെ LKGയിൽ എടുക്കൂല. അപ്പോൾ അവനൊരു 1/2 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. കാരണം നവംബറിലാണല്ലോ അവൻ്റെ ബർത്ത്ഡേ. അപ്പോൾ 1/2 വയസ്സിൻ്റെ വ്യത്യാസത്തിൽ അവരവനെ അവിടെ പ്ലേ ക്ലാസ്സിലിരുത്തി. പ്ലേ ക്ലാസ് മുതൽ അപ്പോൾ നമ്മൾ അതിരാവിലെ എഴുന്നേക്കാൻ തുടങ്ങിയാണ്. കാരണം അവിടെ രാവിലെ തന്നെ സ്കൂളിൽ ക്ലാസ്സുകൾ തുടങ്ങുമല്ല. രാവിലെ ക്ലാസ് തുടങ്ങിയാൽ ഉച്ചക്ക് 12:30 കുട്ടികളെ വിടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ആ ഒരു ശീലമാണ് ഇന്നും എനിക്ക് ഉള്ളത്. ഇന്നും ഞാനത് തന്നെയാണ്, ഈ വെളുപ്പിനെ എഴുന്നേൽക്കുക എന്നുള്ളത് അന്ന് കിട്ടിയ ശീലമാണ്. അല്ലാതെ നമ്മൾ സാധാരണ 9 മണി 10 മണിക്ക് സ്കൂളിൽ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ മിക്ക സ്കൂളുകളും. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് താമസിച്ച് വിട്ടാൽ മതി. ഇതങ്ങനെയല്ല, 7 മണിക്കുള്ളിൽ സ്കൂളിൽ ഉണ്ടായിരിക്കണം. അപ്പം നമ്മളുടെ വണ്ടി വരുന്നത് 6:30 മണിക്കാണ്. അപ്പോൾ 6:30 മണിക്ക് കുട്ടികളെ വണ്ടിയിൽ കയറ്റി വിടണമെന്നുണ്ടെങ്കിൽ നമ്മളത് രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ആ ഒരു ശീലം ഇത്രയും വർഷങ്ങൾ, ഒരു 25 വർഷങ്ങളായിട്ട് ഞാനിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഒരു ബ്രേക്ക് വന്ന ഒരു സമയമാണിത്. കാരണം ആ ഒരു കുഞ്ഞിനെ വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു 6 പിന്നെ ഒരു 8ാമത്തെ വർഷം അടുത്ത കുഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി, റോജർ. അത് കഴിഞ്ഞ് പിന്നെ ഒരു 12ാമത്തെ വർഷം അടുത്ത കുഞ്ഞ്. അപ്പോൾ ഇവർ 3 പേരും ഒന്നിച്ച് അങ്ങനെ 3 പേരുടെ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ രാവിലെ ഒരുപാട് പണിയാണ് നമുക്ക്. ഓരോ കുഞ്ഞ് കൂടുന്തോറും നമുക്ക് ഒരുപാട് പണി കൂടിക്കൊണ്ടിരിക്കണേ. അങ്ങനെ കാരണം 3 യൂണിഫോം തേച്ചെടുക്കുക, ഡെയിലി തേക്കും. കാരണം 3 യൂണിഫോം തേക്കണ്ടേ, അതുകൊണ്ട് നമ്മൾ ഡെയിലി തേക്കും. അല്ലാതെ ഇങ്ങനെ തേച്ചെടുത്തിട്ട് ഒരാഴ്ചത്തേക്കുള്ളതൊന്നും വെക്കാനൊന്നും പറ്റില്ല. കാരണം 3 യൂണിഫോം വെച്ചിട്ട് നമുക്ക് ഒന്നാമത് 3 യൂണിഫോമേ ഓരോ കുട്ടികൾക്കും ഉള്ളൂ. അപ്പോൾ ആ 3 യൂണിഫോം വെച്ചിട്ട് നമുക്ക് ഒരാഴ്ചത്തേക്ക് പറ്റില്ല. അപ്പോൾ എന്ത് തന്നെ ആയാലും ഡെയിലി തേക്കണം. അത് കഴുകൽ തേക്കൽ ഇതൊക്കെ എന്ത് പണിയായിരുന്നു എന്നാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പണികൾ കൂടി വന്നു. പിന്നെ അങ്ങനെ റയൻ ഇപ്പോൾ ആ ഒരു കൊറോണ കാലത്തല്ലേ റയൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞത്. അപ്പോൾ അതുവരെയും റയൻ സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അതിരാവിലെ എഴുന്നേറ്റ് ആ സമയം വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ റോജർ കോളേജിലേക്കൊക്കെ പോയപ്പോഴും റോജറിന് ഫുഡ് ഉണ്ടാക്കൽ, അങ്ങനത്തെ പാക്ക് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങൾ അതും അങ്ങനെ തുടർന്ന് വന്ന്. പിന്നെ കൊറോണ കാലമായപ്പോഴത്തേക്കും എല്ലാവരും വീട്ടിൽ തന്നെ. എങ്കിൽ തന്നെയും ഞാൻ അത് രാവിലെ തന്നെ എഴുന്നേൽക്കും. കാരണം നമ്മുടെ വീട്ടിൽ 5 പേരും ഉണ്ടായിരുന്നൊരു സമയമാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമാണ് കേട്ടോ. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായ ഒരു സമയമായിരുന്നു കൊറോണ കാലം എന്ന് വേണം പറയാനായിട്ട്. കാരണം കുട്ടികളെല്ലാവരും വീട്ടിലുണ്ട്, പപ്പ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മൾക്ക് ഭയങ്കര സന്തോഷത്തിൽ പോയൊരു സമയമായിരുന്നു. അത് ഞാൻ അന്ന് വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ അടുത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു സമയമാണ് ഇത്. കാരണം ഇതുപോലെ ഇനി ഒരു അവസരം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ വീഡിയോകളിലുണ്ട്. കാരണം വീഡിയോയിൽ ഞാനത് പറയുമായിരുന്നു, കുട്ടികളോട് ഞാനിങ്ങനെ പറയുന്നതെന്നൊക്കെ. അതൊക്കെ ഞാനിപ്പോൾ ഓർക്കും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ സമയവും ഞാൻ എൻജോയ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ആ സമയത്ത് ഞാൻ എൻജോയ് ചെയ്യുന്നു. കുട്ടികളുടെ കുട്ടിക്കാലം മൊത്തം ആസ്വദിച്ച് ഞാൻ എൻജോയ് ചെയ്ത് അതുങ്ങളുടെ വളർച്ച കണ്ട് അങ്ങനെയൊക്കെ പോയ ഒരാളാണ്. അപ്പോൾ ഓരോ സമയവും നഷ്ടപ്പെടുമ്പോഴും ഇനി ഇത് തിരിച്ചു വരില്ല എന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ ആ സമയം ഞാൻ നന്നായിട്ട് സന്തോഷിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാനും പപ്പയും മാത്രമുള്ള ഒരു കാലഘട്ടം എനിക്ക് ഏറ്റവും ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം.
കാരണം 95-ൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ജനുവരിയിൽ, ഇത് 2024 ജനുവരിയാണ്. ഈ 95 മുതൽ 24 വരെയുള്ള കാലഘട്ടത്തിൽ ഇപ്പോഴാണ് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. ഇതുവരെയും ഒരേ റുട്ടീൻ തന്നെ ആയിരുന്നു ശരിക്കും, ഇപ്പോഴാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. ഇനി മുന്നോട്ട് ഇതിലും കൂടുതൽ ചേഞ്ചുകൾ വരാനിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ കറിയും ഒക്കെ റെഡി ആയിട്ടാണ്. അപ്പോൾ ഈ കറി വെക്കുന്നത് നമ്മുടെ അടുക്കള കാര്യങ്ങൾ ബൈ സ്വപ്നയിൽ കിടക്കുന്നുണ്ട്. കടലപ്പൊടിയൊക്കെ ചേർത്ത് വെക്കണം, സൂപ്പറാണ്. അങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇത്തിരി ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ പെട്ടെന്ന് ഒന്ന് തിളപ്പിച്ചെടുത്ത് കുറച്ച് ഫ്രീസറിൽ വെച്ച്. ഭയങ്കര പേര് എല്ലാം കാടിയായി, ആരുമില്ല. അപ്പോൾ കറി ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മുകളിലേക്കൊന്ന് വന്നതാണ്. കാരണം നമ്മുടെ അലക്കിയ കർട്ടനുകളൊക്കെ ഉണ്ടല്ലോ, ക്രിസ്മസ് കർട്ടനുകളൊക്കെ മുകളിൽ കൊണ്ടുവന്ന് പപ്പ വെച്ചിട്ടുണ്ട്. അതെടുത്ത് വെക്കേണ്ട സ്ഥലത്തേക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കണം, അങ്ങനെയുള്ള പണികളുണ്ട്. പിന്നെ ഒരു നമ്മുടെ കുഷ്യൻ, നമ്മുടെ ബ്ലൗസ് തുന്നാൻ വേണ്ടിയിട്ട് മഞ്ഞ കളറിലെ തുണി കട്ട് ചെയ്തെടുത്തില്ലേ, ആ കുഷ്യൻ തയ്ച്ചെടുത്ത് വെച്ചിട്ടില്ല, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. പിന്നെ എനിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് ഒതുക്കി ചയച്ച് വെക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വന്നതാണ്. ഇത് കുറച്ച് ദിവസമായിട്ട് മുകളിൽ കൊണ്ടുവന്ന് വെച്ചേക്കണം കേട്ടോ. അത് പപ്പ എടുത്ത് പൊക്കി കൊണ്ടുവന്ന് വെച്ചതാണ്, അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ എൻ്റെ കുറച്ച് ഡ്രസ്സുകളൊന്ന് ഓൾട്ടർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പപ്പയെ മുകളിലേക്ക് വന്നതാണ്. കാരണം പപ്പ ഇപ്പോൾ പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. കുറച്ച് ഇങ്ങനെയുള്ള ഈ റിപ്പയർ ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നതാണ് പപ്പ. കാരണം ഇത് നമ്മൾക്ക് പഴകുമ്പോൾ എന്ത് തന്നെയായാലും കുറേ സംഭവങ്ങൾ കുടിഞ്ഞൊക്കെ പോകില്ലേ, അപ്പോൾ അതെല്ലാം പപ്പ തന്നെയാണ് സാധാരണ ഒറ്റയ്ക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് മേടിച്ചിട്ട് വന്ന ഒരു സാധനമാണ് മുകളിലിരിക്കുന്നത്. വേറെയും പല സാധനങ്ങളും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇതുപോലെ കേട് വന്ന് കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് പപ്പ ഓരോരോ പാർട്സുകളൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കാനായിട്ട് പപ്പ അവിടെ കയറി. ആ സമയത്ത് ഞാൻ എൻ്റെ ഇതൊക്കെ ഒതുക്കലാണ് കേട്ടോ. അപ്പം നമ്മുടെ മാറ്റി വെച്ചിരുന്ന പണികളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സന്ദർഭമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. വെറുതെ ഞാൻ ഒരിക്കലും ഇരിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. എനിക്കത് മനസ്സിലായി. ഒരുപാട് ജോലികൾ ഓടി നടന്ന് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം വെറുതെ ഇരിക്കുമ്പോൾ കിട്ടൂല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. അത് എനിക്ക് നേരത്തെ തന്നെ അറിയാം, വീഡിയോയിൽ ഞാൻ പറയാറുണ്ട്. എപ്പോഴും നമ്മൾ തിരക്കായി നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ചിന്തകളൊന്നും വരില്ല. അല്ലാതെ നമ്മൾ വെറുതെ ഒരു 1-2 ദിവസമൊക്കെ ഇരിക്കുക, അത് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിട്ട് തോന്നും. അത് തന്നെയാണ് എൻ്റെയും അവസ്ഥ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ജോലികൾ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഇനിയിപ്പോൾ അത് രാവിലെ തന്നെ എഴുന്നേക്കാനുള്ളൊരു ശ്രമം നടത്തണം. കാരണം ഞാൻ രാവിലെ എഴുന്നേക്കാൻ റെഡിയാണ്, ഞാൻ ഉണർന്നിട്ടാണ് കിടക്കുന്നത്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പപ്പക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആകുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അങ്ങനെ എഴുന്നേക്കാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പപ്പ എന്നേലും മുന്നേ എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് വരേണ്ട കാര്യമില്ല. കുട്ടികളൊക്കെ അവരവരുടെ മുറിയിൽ കിടക്കണില്ല, അവർക്ക് ശല്യമില്ലല്ലോ. നേരത്തെയൊക്കെയുള്ള സമയത്ത് അങ്ങനെയാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, പപ്പയും ലേറ്റായിട്ട് എഴുന്നേക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ എഴുന്നേക്കാതെ എങ്ങനെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടെങ്കിലും അതും നമ്മൾക്ക് ഇപ്പോൾ രാവിലെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പപ്പക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആകും എന്നുള്ളൊരു ചിന്ത. കാരണം പപ്പ എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ എനിക്ക് ലൈറ്റൊക്കെ ഇട്ട് എല്ലാം ചെയ്തു പപ്പ കിടക്കണ കാണുമ്പോഴത്തേക്കും നമ്മൾ അന്നേ പിന്നെ എഴുന്നേക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്യും കേട്ടോ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നമ്മുടെ ഉച്ചക്കുള്ള ലഞ്ച് പ്രിപ്പറേഷൻ കഴിഞ്ഞ് ഇനി ഒരു മുട്ടയും കൂടി പൊരിക്കണം. അത് കഴിക്കാൻ ചെല്ലണ സമയത്ത് അത് റൂബിയുടെ ഉടുപ്പിൻ്റെ കൂടെ കിട്ടിയതാണ് കേട്ടോ സംഭവം. അതാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ താഴെ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ലഞ്ച് എടുക്കുന്ന സമയത്ത് ഒരു മുട്ടയും കൂടി ഓംലെറ്റ് ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേട്ടാ. കാരണം നമ്മൾ പച്ചക്കറികളൊന്നും സൈഡ് കറിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട്. അപ്പോൾ ആ ബോക്സിൽ റോജറിൻ്റെ 2-3 ജിം ഡ്രസ്സ് കണ്ട്. അപ്പോൾ അപ്പോഴും ഒരു മനപ്രയാസം കേട്ടോ, സോക്സ് കൊണ്ടുപോകാതിരുന്നത്. അപ്പോൾ അതൊക്കെ അതിനകത്ത് തന്നെ എടുത്ത് വെച്ച് ഇനി ഇവിടെ വന്ന എപ്പോഴെങ്കിലും സമയത്ത് ആവശ്യം ഉണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ അവിടെ തന്നെ വെച്ച് അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അകത്തേക്ക് കയറ്റി. അപ്പം നമ്മളുടെയൊക്കെ ജീവിതത്തിലെ എന്തെങ്കിലുമൊക്കെ ഒരു നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദുഃഖിക്കുമല്ലേ, അത് നോർമലാണ്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം വായിച്ചത് ഇങ്ങനെയാണ്. ദൈവം എല്ലാവരോടും പറയണത്, ഇന്ന് ആപ്പിൾ കൊടുക്കുന്ന ദിവസമാണ്, എല്ലാവരും വന്ന് ക്യൂ നിന്നോ,
ആപ്പിൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ദൈവമാണ് പറയണത് കേട്ടോ. അങ്ങനെ ആയിട്ടാണ് ഞാനത് വായിച്ചത്. അപ്പോൾ അങ്ങനെ ആപ്പിൾ മേടിക്കാനായിട്ട് വൻ ക്യൂ ആണ്. ഒരുപാട് ജനങ്ങൾ ഉള്ളതല്ലേ, അപ്പോൾ വൻ ക്യൂവാണ്. അങ്ങനെ ആ ക്യൂവിൽ നിന്ന് കുറേ നേരം കൊണ്ട് ആപ്പിൾ കിട്ടിയ ഒരു കുട്ടി ആപ്പിളും മേടിച്ചിട്ട് ഇങ്ങോട്ട് നടന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് പോരണേണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഈ ആപ്പിൾ അഴുക്കിലേക്ക് പെട്ടെന്ന് വീണ് അത് ഉരുണ്ട് അഴുക്കിലേക്ക് അങ്ങോട്ട് പോയി. എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. അങ്ങനെ ആ കുട്ടിക്ക് ഭയങ്കര വിഷമമായി. ഇത്രയും വൻ ക്യൂവിൽ നിന്നിട്ട് മേടിച്ചെടുത്തതാണ് ഒരു കണക്കിന്, അത് പോവുകയും ചെയ്തല്ല. ഇനി എന്ത് ചെയ്യും? ഇടക്ക് ഒരാളും ക്യൂവിൽ കയറ്റേയില്ല നമ്മളാ. അതുകൊണ്ട് ഏറ്റവും പിന്നിൽ തന്നെ പോയി നിൽക്കാതെ നിവർത്തിയില്ല. അങ്ങനെ ആ കുട്ടി ഏറ്റവും പിന്നിൽ തന്നെ പോയി അവിടെ നിന്ന് പിന്നെയും ക്യൂ നിൽക്കണേണ്. ക്യൂ നിന്ന് ഏറ്റവും അവസാനം ഈ കുട്ടി ആപ്പിൾ മേടിക്കേണ്ട സ്ഥലത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടിക്ക് നേരത്തെ കിട്ടിയ ആപ്പിളിൻ്റെ 10 മടങ്ങ് അടിപൊളിയായിട്ടുള്ള നല്ല പഴുത്ത ആപ്പിളാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ കുട്ടി വിചാരിച്ചു മറ്റേ ആപ്പിള് ഇത്തിരി അത്ര നല്ല ആപ്പിളായിരുന്നില്ല കിട്ടിയത്, ഇത് നല്ല അടിപൊളി ആപ്പിളാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ദൈവം അവളുടെ അടുത്ത് പറയണത്, നിൻ്റെ ആപ്പിൾ തട്ടിക്കളഞ്ഞത് ഞാൻ തന്നെയാണ്. കാരണം നീ കണ്ട നിനക്ക് കിട്ടിയ ആ ആപ്പിളിൻ്റെ അകത്ത് നിറയെ കേടാണ്. അപ്പോൾ അത് നിനക്ക് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് തട്ടിക്കളഞ്ഞത്. എന്നിട്ട് നിന്നെ വലിയ ക്യൂവിൻ്റെ പിന്നിൽ നിർത്താനായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ ആപ്പിളുകളൊന്നും അത്ര നല്ലതല്ല. ആ ആപ്പിളിൻ്റെ കൊട്ട കാലിയായതിന് ശേഷമേ അടുത്ത കൊട്ട വെക്കുള്ളൂ. അപ്പോൾ ആ കൊട്ട വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നല്ല ആപ്പിളാണ് ഇനി വരുന്നത് എന്നുള്ളതും എനിക്കറിയാം. അപ്പോൾ നിനക്ക് നല്ല ആപ്പിൾ തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊട്ട എത്തുന്നത് വരെയും ഈ ആപ്പിൾ തീരുന്നത് വരെയും എനിക്ക് നിന്നെ ആ ക്യൂവിൻ്റെ പിന്നിൽ നിർത്തിയാലേ നീ എത്തുമ്പോൾ പുതിയ കൊട്ട വരുള്ളൂ, നല്ല ആപ്പിൾ നിനക്ക് തരാൻ പറ്റുള്ളൂ എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് നിന്നെ ഏറ്റവും പിന്നിൽ ഞാൻ കൊണ്ടുപോയി നിർത്തി വെയിറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ലത് നിനക്ക് തന്നത്. ഇത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞ ഒരു കഥ അല്ലേ. നമ്മൾക്ക് പലതും നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമിക്കും. പക്ഷേ നമ്മൾക്ക് കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും നല്ലത് നമുക്ക് കിട്ടുമ്പോഴായിരിക്കുള്ളൂ നമ്മൾ അറിയുന്നത് അതെല്ലാം പോയത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അപ്പച്ചൻ. ഞാൻ ഈ അലമാരി ഒന്ന് ക്ലീൻ ചെയ്ത് പപ്പയുടെ ഡ്രസ്സുകളാണ് ചുരുട്ടിയൊക്കെ വെച്ചിട്ട് ഒരെണ്ണത്തിൽ ജീൻസും ഒരെണ്ണത്തിൽ ഷർട്ടുമായിട്ടൊക്കെ വെച്ച് ആ സമയത്താണ് ഈ ഫോട്ടോ എടുത്തത്. ഈ ഫോട്ടോ ഇതിനകത്ത് വെച്ചിരിക്കുന്ന എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോട്ടോ നമ്മളുടെ ക്ലോക്ക് ഇരിക്കുന്ന ആ സ്ഥലത്ത് വിസിറ്റിംഗ് റൂമിലാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം രാത്രി ഞങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഭയങ്കര തകർന്ന ഒരു ശബ്ദം കേട്ട് വന്ന് നോക്കുമ്പോൾ ഈ ഫോട്ടോ താഴെ വീണ് പൊട്ടി തകർന്ന് കിടക്കുന്നില്ല. അതിനുശേഷം പിന്നെ പപ്പ അത് കൊണ്ടുപോയിട്ട് രണ്ടാമത് ചില്ലെല്ലാം ഇടിച്ച് ആ പ്ലാസ്റ്റിക് റാപ്പോടുകൂടി തന്നെ അതവിടെ വെച്ചേക്കുന്നതാണ്. ഇനി ഇത് തൂക്കിയിടണ്ട, ഇനിയും താഴെ വീണ് പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പപ്പ അതെടുത്ത് അകത്ത് വെച്ചേക്കുന്നത്. അപ്പച്ചൻ്റെ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഓർമ്മകളാണ് വരുന്നത് കേട്ടോ. കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ട് പപ്പയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അപ്പച്ചൻ റിട്ടയേർഡാണ്, കൊച്ചിൻ പോർട്ടിലായിരുന്നു ജോലി, റിട്ടയേർഡാണ്, പെൻഷനറാണ്. പെൻഷൻ വാങ്ങിക്കാനായിട്ട് എല്ലാ മാസവും പോകുന്നൊരു പോക്കുണ്ട്. അന്നൊക്കെ ബാങ്കിലല്ല പെൻഷൻ വരുന്നത്, അവിടെ ചെന്നിട്ട് ഐലൻഡിൽ പോയിട്ട് അവിടെ ഓഫീസിൽ നിന്ന് കയ്യിലേക്ക് പൈസ മേടിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഞാനങ്ങനെ ചെല്ലുന്ന ഞാൻ കല്യാണം കഴിച്ച് ചെല്ലുന്ന സമയത്തൊക്കെ അപ്പച്ചനിങ്ങനെ പെൻഷനൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ കൈ നിറയെ സാധനങ്ങളായിട്ടാണ് വരുന്നത്. എല്ലാം ബേക്കറി ഐറ്റംസും എനിക്ക് എന്താ ഇഷ്ടമുള്ളത് അതാണ് അപ്പച്ചൻ കൊണ്ടുവന്നിരുന്നത്. 2 കയ്യിലും വലിയ കിറ്റ് നിറയെ സാധനങ്ങളായിട്ടാണ് വരുന്നത്. അതും നമ്മുടെ കൃഷ്ണ കഫേയിൽ പോയിട്ട് അവിടെ നിന്ന് മസാല ദോശയും കൂടി മേടിക്കും കേട്ടോ. അതൊരു സെറ്റ്. അത് അന്നൊക്കെ എനിക്കും റിച്ചാർഡിനും മാത്രമായിട്ട് 4 എണ്ണമാണ് മേടിക്കണത്. റിച്ചാർഡ് ഭയങ്കര കുഞ്ഞാണ്, എന്നിട്ട് പോലും റിച്ചാർഡിന് 2 എണ്ണം, എനിക്ക് 2 എണ്ണം. മസാല ദോശ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് മസാല ദോശ ഒരുപാട്. അമ്മയൊന്നും തിന്നൊന്നുമില്ല. അപ്പച്ചൻ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് പിന്നെ പാഴ്സലാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ എല്ലാ സാധനങ്ങളും ബേക്കറിയിൽ നിന്ന് എന്താണ് ചിപ്സ്, ഹൽവ, മിക്സ്ചർ, എനിക്കിഷ്ടമുള്ള സർവ്വ സാധനങ്ങളും 2 കിറ്റ് നിറയെ പൊക്കിയെടുത്താണ് കൊണ്ടുവരണത്. അത് ആ മനുഷ്യൻ ഇരിപ്പും കിടപ്പുമൊക്കെ ആയി വരുന്ന ആ സമയം വരെയും എനിക്കത് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോൾ ഇല്ലേ, ഒരിക്കലും നമ്മളുടെ സ്വന്തം പാരൻസ് പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ആ ഒരു വ്യക്തി എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ ഓർക്കാറുണ്ട്. അത്രയും സ്നേഹവും അത്രയും
അത്രയും റെസ്പെക്റ്റുമാണ് എൻ്റെ അടുത്ത്. അത് പറയുമ്പോഴൊക്കെ നമ്മൾക്ക് ഇല്ലേ, നമുക്കത് പറഞ്ഞ് തീർക്കാനേ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് എല്ലാവരോടും അതെനിക്ക് പറയണം, അത് നിങ്ങളെല്ലാവരും അറിയണം എന്നൊക്കെ തോന്നിയിട്ടാണ് ഞാനിതിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാലഘട്ടം ഒരിക്കലും മറക്കാനാവാത്തതാണ്. 15 വർഷം ഞാൻ അവരെ കൂടി തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഈ വീട്ടിലേക്ക് മാറിയത്. അപ്പോൾ അപ്പച്ചൻ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചൻ മരിക്കുന്ന സമയം വരെ അപ്പച്ചന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിച്ചെന്നുള്ളതാണ് അതിലും വലിയ ഒരു സന്തോഷം. കാരണം നമ്മൾ അത്രയും സ്നേഹിച്ച ആ വ്യക്തി കിടപ്പ് രോഗിയായി കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മലമൂത്ര വിസർജനം എല്ലാം ബെറ്റിലാണ്. അത് കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുളിപ്പിച്ച് വൃത്തിയാക്കി മുടി വെട്ടൽ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഇത് ഷേവിങ് ഇതെല്ലാം ചെയ്തു കൊടുക്കണം ഞാനാണ്. വളരെ സന്തോഷത്തോടു കൂടി അത് ചെയ്യാനുള്ളൊരു അവസരം ദൈവം എനിക്ക് തന്നല്ലാന്ന് അന്നും ഞാൻ അതും ആസ്വദിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നിങ്ങളോട് പറയില്ലേ, കുട്ടികളുടെ വളർച്ച ഞാൻ ആസ്വദിച്ച പോലെ തന്നെ അതും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. ആ മരിക്കുന്ന സമയത്ത് മരണത്തിലും മരിച്ചതിന് ശേഷം ബോഡി വൃത്തിയാക്കിയതും അപ്പച്ചൻ്റെ ഡ്രസ്സ് ചെയ്യിച്ചതും അതിനുമെല്ലാം ഞാൻ തന്നെ കൂടെ നിന്ന് ആ പെട്ടിയിലേക്ക് എടുത്ത് വെക്കുന്നത് വരെ കൂടെ നിന്ന് അത്രയും എനിക്ക് ചെയ്യാൻ സാധിച്ചതിൽ എന്നും ഞാൻ അഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഓർക്കുന്നൊരു കാര്യമാണ്. കാരണം അത് നമ്മൾക്ക് ചെയ്യാൻ കിട്ടുന്ന സന്ദർഭം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. അതൊക്കെയാണ് നമ്മളുടെ മക്കൾക്ക് കിട്ടുന്ന പ്രാർത്ഥനകളെന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ അത് ഇനിയുള്ള തലമുറകളും അതൊരിക്കലും നഷ്ടപ്പെടുത്താതെ അത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ജീവിതം പൂർണ്ണമാകുന്നത്. അല്ലാതെ കുറേ സന്തോഷങ്ങളും കുറേ ആർഭാടങ്ങളും കുറേ ടൂറ് പോക്ക് അങ്ങനത്തെ കാര്യങ്ങളിലല്ല. നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ തോന്നും നമുക്ക്. നമ്മളുടെ മക്കളും അത് കാണുമ്പോൾ അവരുടെ മനസ്സിൽ എന്നും അത് മായാതെ നിൽക്കൂട്ട. കാരണം നമ്മളുടെ മക്കളുടെ കണ്ണിൽ കാണണം ഓരോ കാര്യങ്ങൾ, എന്നാലാണ് അവരത് മനസ്സിൽ വെക്കുന്നത്. അല്ലാതെ ഒന്നും കാണാതെ ആരോ പറഞ്ഞു കേട്ട കാര്യങ്ങളൊന്നും ആരുടെയും മനസ്സിൽ നിൽക്കില്ല. അത് കാഴ്ചയിലൂടെയുള്ളതാണ് മനസ്സിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അത് ഒക്കെ ചെയ്യണം കേട്ടോ. അത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും ഒക്കെ വളരെ നല്ല ഗുണം ചെയ്യുന്ന കാര്യങ്ങളുമാണ്, മനസ്സിന് സംതൃപ്തി തരുന്ന കാര്യങ്ങളുമാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ പുതിയ തലമുറയിലെ കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു റിക്വസ്റ്റാണ്. അത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരിക്കലും അത് തള്ളിക്കളയരുതെന്നുള്ളത്. എന്ത് നഷ്ടം വന്നു കഴിഞ്ഞാലും ഞാൻ അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് കുട്ടികളും ചെറുതാണ്. റയനൊക്കെ 4 വയസ്സേ ഉള്ളൂ, 5 വയസ്സ് അത്രയേ ഉള്ളൂ അപ്പച്ചൻ മരിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഈ കുട്ടികളെ കാലത്ത് സ്കൂളിൽ വിടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതെല്ലാം ചെയ്ത് അതിൻ്റെ ഇടയിലൂടെയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അമ്മയും പ്രായമായതാണ്, അമ്മയ്ക്ക് എന്തോരം ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ചെറുപ്പക്കാർക്കല്ലേ അത് ആരോഗ്യത്തോടുകൂടി ചെയ്യാൻ പറ്റുള്ളൂ. വയസ്സായിരിക്കുന്ന ആളുകളെ കൊണ്ട് അതെല്ലാം ചെയ്യിക്കാൻ പറ്റുമോ? കിടപ്പ് രോഗിയായ ഒരാളുടെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പ്രായമുള്ള ആളുകൾക്ക് പറ്റില്ല. അപ്പോൾ അത് അവരെയും നമ്മൾ നോക്കണം, ഇതും നോക്കണം. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു ലൈഫായിരുന്നില്ല നേരത്തേക്ക് ഉണ്ടായിരുന്നത്. പല പല ഘട്ടങ്ങളിലൂടെയാണ് ഇതുവരെ എത്തിയത്. അപ്പോൾ നമ്മളുടെ ആ ഒരു കുഷ്യൻ കവറാണ് ഞാൻ ഈ തയ്ക്കണത്. കുഷ്യൻ കവറിൽ മറ്റേ സിബ് ഉള്ളതുകൊണ്ടേ ഞാൻ സിബ് അഴിച്ചെടുത്തില്ല. ആ ഒരു പോർഷൻ വെച്ചിട്ട് അതിൽ ബാക്കി വേണ്ട തുണി അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് അത്രയാണ് ചെയ്തത്. എന്നിട്ട് നല്ല തുണി 2 വശത്തുള്ളത് ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചുറ്റും അടിച്ചെടുത്താൽ മതി. കാരണം പിന്നെ സിബ് ഉണ്ടല്ലോ, സിബ് തുറന്ന് നമ്മൾക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തൊരു ലൈനിങ് തുണി കൂടിയുണ്ട്. തുണി അല്ലാതെ ഒരു പഞ്ഞി പോലത്തെ ഒരു സംഭവം, അതാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ ആ ഒരു 3 സാധനം ചേർത്ത് വെച്ചിട്ടാണ് തയ്ക്കേണ്ടത്. ബാക്ക് പോർഷനും ഫ്രണ്ടും പിന്നെ ഈ നടുവിൽ വരുന്ന ഈ ലൈനിങ്ങും, അത് 3 കൂടി ചേർത്ത് വെച്ചിട്ട് തയ്ച്ചു. അപ്പോൾ ആദ്യം ഞാൻ ഒരു പീസ് തുണി നമ്മുടെ മഞ്ഞ തുണിയോടുകൂടി അറ്റാച്ച് ചെയ്ത് തയ്ച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അത് വെച്ചിട്ട് ഇതങ്ങോട്ട് അത് ചേർപ്പിച്ചിട്ട് ഇത് തിരിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇത് ബാക്ക് സൈഡ് ഒരു പോർഷൻ ഒരു ചെറിയൊരു ഭാഗത്ത് മാത്രം വെള്ള തുണി ഇട്ട് കൊടുത്തിട്ടാ. കാരണം പുതിയൊരു തുണി എന്ന് പറയാനായിട്ട് എൻ്റെ അടുത്ത് ആ ഒരു കളർ തുണിയേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മഞ്ഞ കളറിലെ തുണി ഇല്ലാഞ്ഞിട്ടാണല്ലോ നമ്മളിത് കട്ട് ചെയ്തെടുത്തത്. അത് വീഡിയോ കണ്ടവർക്ക് അറിയാമല്ലോ, ബ്ലൗസിൻ്റെ അതിൽ അറ്റാച്ച് ചെയ്യാൻ നമ്മളിതെടുത്തത്. അപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടി. ഇനി പില്ലോ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ കഴിഞ്ഞ്.
ഇന്നത്തെ നമ്മളുടെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഇവിടെ ചുറ്റുമുള്ള സ്ഥലത്ത് ഭയങ്കര ഡിസ്റ്റർബൻസാണ്. എന്തോ ഒരു കട്ടർ യൂസ് ചെയ്തിട്ട് എവിടെയോ കട്ട് ചെയ്യുന്നുണ്ട്, പാട്ടൊരു വീട്ടിൽ ഒച്ചത്തിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നിട്ടില്ലേ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസിലാണ് ഞാൻ ഇന്ന് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ ഇരിക്കോട്ടെ ഈ സംഭവം. ഇത്തിരി തുണിയാണ് നമ്മൾ പുതിയ തുണിയിട്ട് തയ്ച്ചേക്കണത്. കാരണം അത് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഫുള്ളും ആ പുതിയ തുണി ഇടാമായിരുന്നു. പക്ഷേ ഈ ഇത് സിബ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള പണി ഒത്തിരി കൂടുതലാവും. അപ്പോൾ അതിലും നല്ലത് ആ തുണി അങ്ങനെ തന്നെ വെച്ചിട്ട് ഇതുമേൽ ചെയ്ത് കൊടുക്കണേലേ നല്ലത്, വെച്ച് കൊടുക്കണേലേ നല്ലതെന്ന് ഞാൻ വിചാരിച്ചു. അത്രയും പണി കുറഞ്ഞു കിട്ടി. അപ്പോൾ അത് ഫുള്ളും എനിക്ക് അയച്ചു തന്നത് പപ്പയാണ് കേട്ടോ. കാരണം ഇതിൽ ഇൻ്റർലോക്കൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മെഷീനിൽ ഇൻ്റർലോക്ക് ചെയ്യാട്ടോ, എങ്കിലും വേണ്ട ഇൻ്റർലോക്കൊക്കെ ചെയ്യണ്ട, വെറുതെ എന്തിനാണ്. അപ്പോൾ ഡബിൾ സ്റ്റിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് റെഡിയായി. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു സ്റ്റിച്ചിങ് ആയിരുന്നു കേട്ടോ ഇത്. കാരണം ഞാൻ വിചാരിച്ചില്ല അത്രയും ക്ലീനായിട്ട് കിട്ടി, ഫിനിഷിങ്ങോടുകൂടി കിട്ടി. സിബ് അഴിച്ച് എടുത്തിരുന്നെങ്കിൽ ഇത്രയും ഭംഗിയായിട്ട് കിട്ടൂല കേട്ടോ. കാരണം സിബ് അവർ വെച്ചേക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ്. ഒരു ഇങ്ങനെ ഒരു വിൻഡോ ഇങ്ങനെ ഇതായിട്ടാണ് വെച്ചേക്കുന്നത്, ഒരു നടുവില പോർഷൻ മാത്രം. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ചെയ്യാനായിട്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു കേട്ടോ. പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഞാനൊന്ന് ഓൾട്ടർ ചെയ്തെടുത്ത്. ചിലതിൻ്റെയൊക്കെ കൈയെല്ലാം ഭയങ്കര നീളമായിട്ട് എനിക്ക് അത് ഇടാൻ വീട്ടിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കൈയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി അതൊക്കെ തയ്ച്ച് പിന്നെയാണ് താഴെ വന്നിട്ട് ഇതേ ലഞ്ച് ടൈം ആയേക്കണത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഞാനും പപ്പയും മുകളിൽ ഇരുന്നിട്ട് ഓരോ ജോലികൾ, പപ്പ ഓരോ ടോയ്ലറ്റിലേക്ക് ആ സംഭവങ്ങളൊക്കെ അതൊക്കെ റെഡിയാക്കി, പല പല കാര്യങ്ങളുണ്ടായിരുന്നു. പപ്പക്ക് അതൊക്കെ റെഡിയാക്കി. ആ സമയത്ത് ഞാനും അതൊക്കെ ചെയ്ത് ഇതേ താഴെ വന്നിട്ട് ഇനി 2 മുട്ടയും കൂടി ഒന്ന് ഓംലെറ്റ് ആക്കിയിട്ട് ഈ ചാള തിളപ്പിച്ചതും മുട്ടക്കറിയും മുട്ട വറുത്തതും കൂടിയിട്ട് കഴിക്കണം. അപ്പം ഞാനിവിടെ റേഡിയോ ഒക്കെ വെച്ച് നിന്നിട്ടാണ് അങ്ങനെ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ആ പാട്ടാണ് ഇപ്പോൾ കേട്ടത്, സ്പീഡ് കൂട്ടി ഇട്ടതാണ്. അപ്പോൾ റൂബിക്കുള്ള ചിക്കൻ ഇപ്പോഴാണ് വേവിക്കാനിട്ടത്. റൂബിയുടെ ചിക്കൻ ഇപ്പോൾ ഈ ബ്രസ്റ്റ് പീസൊക്കെ വന്നേക്കണ കൊണ്ട് അവൾക്ക് അത്ര വലിയ താല്പര്യമില്ല, അവൾക്ക് എല്ലുള്ള പീസുകൾ കഴിക്കാനാണ് ഇഷ്ടം. ഇതൊക്കെ ചേട്ടന്മാരാണല്ലോ കഴിച്ചുകൊണ്ട് വെച്ചത്, ബ്രസ്റ്റ് പീസ് എല്ലാം ചേട്ടന്മാരല്ലേ കഴിക്കണത്. ഇപ്പോൾ ഇവൾ തന്നെ കഴിക്കണേണ്, കാരണം ഇവൾക്ക് വേറെ ഞാൻ എടുക്കാറില്ല, ചിക്കൻ എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് കംപ്ലീറ്റും ഇവൾ തന്നെ കഴിക്കണം. അപ്പോൾ അവൾക്ക് അത്ര വലിയ ഇഷ്ടമില്ല അത് ബ്രസ്റ്റ് പീസ് കഴിക്കാൻ, അവൾക്ക് എല്ല് കടിച്ച് പൊട്ടിച്ചൊക്കെ കഴിക്കണം, അതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ചോറൊക്കെ എടുത്ത് കഴിഞ്ഞ് അത് ഊണ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ തുണികൾ വാഷ് ചെയ്യാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് അത് കുറച്ച് നേരം ഈ വാഷായി കിടക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് സാവധാനം വിരിക്കണം. അപ്പോൾ ഈ തുണികൾ വാഷ് ചെയ്യണതൊക്കെ ഇപ്പോൾ ഒരു 3-4 ദിവസം കൂടുമ്പോഴുണ്ട്. പിന്നെ നമ്മളുടെ കർട്ടനുകളൊക്കെ വാഷ് ചെയ്യാനായിട്ടൊക്കെ അത് 2 വാഷിങ്ങൊക്കെ ഒരു ദിവസം ചെയ്തിരുന്നല്ല, അത് നമ്മളുടെ ഡ്രസ്സുകളൊക്കെ വളരെ കുറവല്ലേ. അപ്പോൾ അത് ഒരു 3-4 ദിവസത്തെ ആകുമ്പോൾ മിഷനിലിട്ടാൽ മതി അത്രയും. അല്ലെങ്കിൽ മിഷനിൽ ഇത്തിരി തുണിയായിപ്പോൾ എല്ലാ ദിവസമൊന്നും കഴുകേണ്ടതില്ല. നേരത്തെയൊക്കെ നമ്മൾ എല്ലാ ദിവസവും കഴുകണം, ചില ദിവസങ്ങളിൽ 2 കഴുകലും ഉണ്ടാകും. അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പോൾ ആ തിരക്കുകളെല്ലാം പോയി. പക്ഷേ ഇങ്ങനെ തുണി വിരിച്ചിടുമ്പോഴത്തേക്കും ഇല്ലേ, കുട്ടികളുടെ ഡ്രസ്സൊന്നും ഇല്ലാത്തത് കാണുമ്പോൾ നമുക്കൊരു വിഷമമാണ്. നേരത്തെ നിറയെ തുണികളായിരുന്നു, കുട്ടികളുടെ ഡ്രസ്സും എല്ലാം ഇങ്ങനെ കിടക്കണല്ലേ. അപ്പോൾ അതൊക്കെ ഒരു മിസ്സിങ് തോന്നും കേട്ടോ, ശരിക്കും തോന്നും. ഇനിയിപ്പോൾ അത് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കണ്ട. നിങ്ങളിത് കേട്ട് നിങ്ങൾക്കും തലക്ക് വരാന്താവും. ഇതുവരെ ഇങ്ങനെ ഒരാൾക്കും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടില്ല, ചേച്ചിക്ക് മാത്രമേ പോയിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരും. എങ്കിലും നമ്മൾ പറഞ്ഞു പോകും അല്ലേ. കാരണം ഞാൻ ഒരു ചാനലിൽ ഇങ്ങനെ ഓസ്ട്രേലിയയിലൊരു മകൻ, അമേരിക്കയിലൊരു മകൻ, ന്യൂസിലാൻഡിലൊരു മകൻ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു 3 ആൺമക്കളുള്ള ഒരു അമ്മ, അവർ തൊടുപുഴയിൽ എവിടെയോ അവരുടെ വീട്. അപ്പോൾ അവർ ഓസ്ട്രേലിയയിലൊക്കെ മക്കളുടെ കൂടെയൊക്കെ പോയി നിന്ന് അങ്ങനെ ഇപ്പോൾ അവർ നാട്ടിലേക്ക് വന്നിട്ട് വീട്ടിലെല്ലാവരും, അമേരിക്കയിലുള്ള മകനും ഓസ്ട്രേലിയയിലുള്ള മകനും എല്ലാവരും നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഞാൻ കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും അവരുടെ ആ ഒരു ദുഃഖം എത്ര വലിയ ദുഃഖമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചേട്ടാ. കാരണം അമേരിക്കയിലുള്ള മകൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അവിടെയുള്ള കുട്ടീനെ തന്നെയാണ്, അമേരിക്കൻ കുട്ടീനെ തന്നെയാണ്. ആ മോനും ഭാര്യയുടെ അമ്മയും കൂടിയൊക്കെ
നാട്ടിൽ വന്നിട്ട് അവർ തിരിച്ചു പോകുന്ന സീൻ കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. കാരണം ആ മകൻ അമേരിക്കയിലേക്ക് അങ്ങോട്ട് അവരുടെ ഒപ്പം ജീവിക്കണേണ്. ഇവർക്ക് ഇവരുടെ നാട്ടിൽ ഇവർ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. ഒരു മകൻ ഭാര്യയും 2 കുഞ്ഞുങ്ങളുടെ ഓസ്ട്രേലിയയിൽ ജീവിക്കണേ. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവുകയും വരെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു വിഷമത എനിക്ക് തോന്നി അവരുടെ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ. പക്ഷേ അവർ അത് പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മളുടെ നാട്ടിലുള്ള കുട്ടികൾ പോലുമല്ല, അമേരിക്കൻ വധുവാണ് പെണ്ണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, എങ്ങനെ അവർക്കത് പിടിച്ച് നിൽക്കാൻ സാധിക്കുന്നു? ഇനി മകനെ കാണുന്നത് 1 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെയും ആ മകനെ കാണാൻ പറ്റുന്നില്ല. നമ്മളുടെ നാട്ടിലുള്ള ഒരു കുട്ടീനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരെയും കാണുകയൊക്കെ ചെയ്യാമല്ലേ എപ്പോഴും. അതൊന്നും സാധിക്കില്ലല്ല എന്നൊക്കെയുള്ള എനിക്ക് ഒരുപാട് വിഷമം തോന്നി കേട്ടോ അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പം ഞാനിപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പം നമ്മളുടെ മക്കളെല്ലാം സിംഗിളാണ്. ഇനി അവരുടെ വിവാഹമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിനേലും വലിയ സങ്കടങ്ങളൊക്കെ ആയിരിക്കുള്ളൂ നമ്മളുടെ മനസ്സിലേക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നി കേട്ടോ. എനിക്കതൊക്കെ കാണും ഭയങ്കര വിഷമമാണ്. അവരുടെ ആ വീഡിയോ ഇന്നലെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ വന്നിട്ട് ഞാനിത് നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റിയിട്ടിരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മളുടെ മസാല ബോക്സുകളാണ് ഇത് 3 എണ്ണം. അപ്പോൾ ആദ്യം ആ പ്ലാസ്റ്റിക്കിൽ നമ്മൾ ഇട്ടിരുന്നത്, ഇപ്പോൾ അത് എല്ലാവരും കൂടി എന്നെ വഴക്ക് പറഞ്ഞ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് മാറ്റണം, ആ പ്ലാസ്റ്റിക് ഉപയോഗിക്കില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റിയതാണ്. അല്ലെങ്കിൽ ഞാനത് മാറ്റുന്നത് കാരണം അതിനകത്ത് കുറച്ചധികം സാധനങ്ങൾ കൊള്ളുമായിരുന്നു. ഇതൊക്കെ അധികം സാധനങ്ങൾ കൊള്ളൂല. ഇത് നമ്മൾ ഏകദേശം ഒരു 900 രൂപക്ക് അങ്ങനെ എന്തോ അല്ലേ നമ്മൾ മേടിച്ചത്, സ്റ്റീലിൻ്റെത് മേടിച്ചത്. ഭയങ്കര പൈസയായിരുന്നു. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ചെറുതാണ് കിട്ടണത്, വില കുറവിൽ ചെറുതാണ് കിട്ടണം. അപ്പോൾ ഇത് ഏറ്റവും വലുതാണ് മേടിച്ചത്. അങ്ങനെ നല്ല വിലയുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോൾ കുപ്പിയുടെ അകത്ത സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. ഇനിയപ്പോൾ കുപ്പി ഫില്ല് ചെയ്യണ്ട, അതിന് പകരം നമ്മൾക്ക് മസാലകളൊക്കെ വളരെ കുറവ് മതി. അപ്പോൾ ഇതിനകത്തേക്ക് മാറ്റി വെക്കാം എന്ന് വിചാരിച്ച് ഇതിനകത്തേക്ക് മാറ്റണം. കാരണം എല്ലാം തീർന്നു വരണേണ്, എല്ലാം പകുതിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതെല്ലാം മാറ്റി നമ്മുടെ ഇത് കഴുകി ഉണക്കിയൊക്കെ വെച്ചിരുന്നതാണ്, അതിലേക്ക് എല്ലാം മാറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ വുഡിൻ്റെ മസാല ബോക്സ് നമ്മുടെ ഇൻഡസ് വാലിയുടെയാണ്. അതെനിക്ക് പ്രൊമോഷന് വേണ്ടി കിട്ടിയതായിരുന്നു. അതിനും നല്ല വിലയുണ്ട്. ഇൻഡസ് വാലിയുടേതാകുമ്പോൾ കുറച്ചും കൂടി വില കൂടും, ബ്രാൻഡഡ് അല്ലേ. ബ്രാൻഡ് അല്ലാത്തതും സെയിം സാധനങ്ങൾ നമ്മുടെ ഓൺലൈനിൽ കിടപ്പുണ്ട്. അത് 500 രൂപ 600 രൂപക്കൊക്കെ കിട്ടും. അതിൻ്റെ വലിപ്പം എത്രയാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും ഇതും ചെറുതാണ്, അധികം വലുതല്ല. എങ്കിലും അത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു സാധനമാണ് ആ വുഡിൻ്റെ ആ ഗ്ലാസ് ഇട്ടതൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മുഴുവൻ മസാലകളാണ് ഇട്ടത്. ഇതിനകത്ത് പൊടി മസാലകളാണ്. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ തീർന്നിരിക്കണേണ്. അപ്പോൾ പെരിഞ്ജീരകം മേടിച്ചിട്ട് പൊടിപ്പിച്ച് വെക്കണം. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന പെരിഞ്ജീരകം കുറച്ച് കേട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനി പൊടിച്ചെടുത്താൽ ശരിയാവില്ല. അപ്പോൾ അതൊക്കെ കളയണം. ചെറിയ ജീരകമൊക്കെ കളയണം. അതൊക്കെ വെറുതെ ഇരുന്നിട്ടേ അധികം എടുക്കാതെ ഇരുന്ന് പുറത്തിരുന്ന് കേടായേക്കണേ. അപ്പം ഞാനെപ്പോഴും സാധാരണ പെരിഞ്ജീരകവും ചെറിയ ജീരകമൊക്കെ ഫ്രിഡ്ജിൻ്റെ അകത്താണ് വെക്കണത്. ഇതിപ്പോൾ നമ്മൾ കുപ്പിയിൽ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും എല്ലാം പുറത്ത് വെച്ച്, പക്ഷേ അതൊക്കെ കേടായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ഫ്രിഡ്ജിലാണ് വെക്കണമെന്ന്. ഈസ്റ്റ് തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഈസ്റ്റ് തമ്മിൽ ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് കേടായി നടത്തുക. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കണമെങ്കിൽ ഫ്രീസറിൽ വെക്കണമെന്ന് ഏറ്റവും നല്ലത്. ഞാൻ ഫ്രീസറിലാണ് ഈസ്റ്റ് വെക്കുന്നത്. അതാകുമ്പോൾ തമ്മിൽ ഒന്ന് പോലും ഒട്ടാതെ എങ്ങനെ കിടക്കും, എത്ര നാൾ വേണമെങ്കിലും ഇരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ബൗൾ മാത്രമാണ് എനിക്ക് അരിയായിട്ടിരിക്കുന്നത്. അത് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇടാനുള്ളതാണ്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്, ഗരം മസാലയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്ര സാധനമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. അപ്പോൾ അത് പൊടിപ്പിച്ചിട്ട് അങ്ങനെ ഇടാം. അതുകൊണ്ട് ബാക്കിയുള്ള കുപ്പികളെല്ലാം കഴുകി മാറ്റി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇനി ഞാൻ ജ്യോതി എനിക്ക് 2 സെറാമിക്കിൻ്റെ ഭരണികൾ ഗിഫ്റ്റ് തന്നത് ഞാൻ ഇപ്പോഴാണ് കിച്ചണിലേക്ക് എടുത്തത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ പഞ്ചസാര, ഒരെണ്ണത്തിൽ ഉപ്പ് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഉപ്പ് എൻ്റെ കയ്യിൽ 1 കിലോ പാക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ആക്കണുണ്ട്. പഞ്ചസാര എൻ്റെ കയ്യിലില്ല, അത് മേടിപ്പിച്ചിട്ട് വേണം. വളരെ കുറച്ച് പഞ്ചസാരയുള്ളൂ, തീർന്നിരിക്കണേ. അപ്പോൾ അതും കൂടി മേടിപ്പിച്ചിട്ട് ആ യെല്ലോയിലും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും സെറ്റ്. അപ്പോൾ കിച്ചണിൽ ഒരു വ്യത്യാസമായി. നേരത്തെ കണ്ടു മടുത്ത അതെല്ലാം മാറ്റി ഇപ്പോൾ ഇതായിട്ട് വെച്ച്. അപ്പോൾ ജ്യോതിയുടെ ഈ പാത്രം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നിങ്ങളോട് ജ്യോതിയുടെ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. കാരണം ജ്യോതി ഇത് ഡിസംബർ 1-ാം തീയതിയാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്. 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജ്യോതിക്ക് അസുഖം ആയിട്ട് ജ്യോതി ഹോസ്പിറ്റലൈസ്ഡായി.
സർജറി കഴിഞ്ഞ് ഇപ്പോൾ റെസ്റ്റിലാണ്. യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്ന് കുറേ ക്രിട്ടിക്കലായിപ്പോയി, കുറേ പ്രശ്നങ്ങളായിപ്പോയി. അങ്ങനെ ജ്യോതി രക്ഷപ്പെട്ട് എത്തിയത് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണെന്ന് ജ്യോതി എന്നോട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. കാരണം കുറേ അധികം പ്രശ്നത്തിലായിരുന്നു ജ്യോതിയുടെ യൂട്രസ് ഉണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ ഇത് കേൾക്കുന്ന ഒരുപാട് പേര് ജ്യോതിയുടെ വർക്കൗട്ട് ക്ലാസ്സിലുള്ളവരാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ജ്യോതി രക്ഷപ്പെട്ട് വന്നതെന്നാണ് ജ്യോതി പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഇതിലൂടെ ഒന്ന് പറഞ്ഞത്. അപ്പോൾ പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമുക്ക് വീണ്ടും കാണാം. താങ്ക്